നാരായണ നാരായണ. ഓം ആപദാമുപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമാ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഈശനാത്മാവിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ. ഓം. ശ്രീമദ് വാൽമീകി രാമായണം കഥ മാത്രം പറഞ്ഞു വരുന്നു. ബാലകാന്ഡം കഴിഞ്ഞു. അയോധ്യാകാന്ഡം ഇന്ന് തുടങ്ങുകയാണ്. രണ്ടാമത്തെ കാണ്ഡമാണ്. 7 കാണ്ഡത്തിലെ രണ്ടാമത്തെ കാണ്ഡം. രാമായണം കഥ എല്ലാവർക്കും അറിയാം. വാൽമീകി രാമായണം മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടാവുമോ എന്ന് സംശയമാവും. അപ്പോൾ അത് വെറുതെ കേൾക്കല്ലേ വേണ്ടൂ. പ്ലേ സ്റ്റോറിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ശബ്ദിച്ചോളും. നമ്മളതിൻ്റെ ചെവി കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. മറ്റ് പണികളൊക്കെ ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കും. അപ്പം അതിലുള്ളത് പറയാം, അത് മുഴുവൻ കേൾക്കുക. അതിനൊരു അവസരത്തെ തരണു. അത് എല്ലാവരും സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ. അയോധ്യാകാന്ഡത്തിൽ പ്രഥമ സർഗം, ഒന്നാമത്തെ സർഗം നമ്മൾ പറഞ്ഞു വെച്ചത് യുധാജിത്ത് ഭരതൻ്റെ അമ്മാവൻ ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന രംഗങ്ങളെയാണ് ഇവിടെ പറയണത്. ഭരതൻ്റെ പ്രത്യേകത നിഷ്കളങ്ക ഭാവം. ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലാണ്ടല്ല, എങ്കിലും ഒരു പാപവും ചെയ്യാത്ത ഭാവം. അതേപോലെ ശത്രുക്കളെ മുഴുവൻ ഹനിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ശത്രുഘ്നൻ്റെ സഹവാസം. ഈശ്വരനായിട്ടുള്ള ശ്രീരാമനെ എങ്ങനെയൊക്കെ സേവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലക്ഷ്മണനെ കൂടുതൽ ബഹുമാനിക്കുന്നു. കാരണം ലക്ഷ്മണന് എപ്പോഴും കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭരണ സാമർഥ്യം കൊണ്ട് ഭരതൻ എന്ന് പേരിട്ടു എന്നാ. അപ്പം രാജ്യം ഭരിക്കല്, അവനവനെ ഭരിക്കല്, ഇതൊക്കെ ഭരണത്തിൽ പെടും. ഞാൻ എന്നെ ഭരിക്കുന്നത് എങ്ങനെ, അതിനനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. എന്താണ് ഭരണം? ഉള്ളതിനെ വിനിയോഗിക്കല്, ഇല്ലാത്തതിനെ ഉണ്ടാക്കല്. അപ്പോൾ ഉണ്ടാക്കുന്നതിനെയും വിനിയോഗിക്കണം. അത് വേണ്ട രീതിയിലായാൽ അതിനെ ഭരണം തന്നെയാണ് പറയാം. അപ്പം ഇവിടെ ആ ഭരതനെയാണ് ഈ അമ്മാത്തേക്ക് കൊണ്ടുപോകണത്. ശത്രുഘ്നനും ഭരതനും കൂടിയിട്ട് ഈ അശ്വപതി ആയിട്ടുള്ള ഒരു രാജാവ്, ആ അമ്മാവൻ, അത് അമ്മാവനാണ്. അങ്ങനെ ഈ ലാളനകൾ ധാരാളം സ്വീകരിച്ചുകൊണ്ട് കേകയ രാജ്യത്തിൽ സുഖമായിട്ട് വസിച്ചു. അപ്പോൾ പല പ്രത്യേകതകളുണ്ട് ഇപ്പോൾ. കാരണം വിവാഹമൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങൾ. പിന്നെ ഇപ്പോൾ സുഖമാണ്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ രാജകുമാരൻ എന്നുള്ള നിലയ്ക്കുള്ള അതൊക്കെ നന്നായിട്ട് അനുഭവിക്കാം. പ്രായം അതാണ്. അപ്പോൾ സുഖം. അപ്പോൾ അതൊക്കെ അവിടെ അമ്മാത്തുനിന്ന് കിട്ടുകയും ചെയ്തു എന്ന് സാരം. കേകയ രാജ്യത്തുനിന്ന് ഇന്ന ആൾക്കാരെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മുത്തശ്ശനായാലും ശരി, അമ്മാവനായാലും ശരി, ഇനി മറ്റ് അമ്മാവൻ്റെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ മറ്റു മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരിൽ നിന്നൊക്കെ എല്ലാവരിൽ നിന്നും എന്ന് സാരം. അതാണ്
അപ്പോൾ അവർ ഇഷ്ടം പോലെ സുഖിച്ച് വസിക്കുന്ന ആ സമയത്ത് വൃദ്ധനായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. ഇവിടെ 50,000 വയസ്സ് കഴിഞ്ഞു വെക്കണേ ദശരഥ രാജാവിനെ, അതുകൊണ്ടാണ് വൃദ്ധനായ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പോൾ ആ രാജാവ് ഈ 2 പുത്രന്മാരും മറ്റേ യാത്ര പോയിട്ടുള്ള ഒരു രംഗം, അതേപോലെ മഹേന്ദ്രനും വരുണനും പോലെ ഭരതശത്രുഘ്നന്മാരെ കണക്കാക്കുന്നു ഈ ദശരഥ രാജാവ്. പുത്രവിയോഗം സഹിക്കാൻ പറ്റാത്തയാളാണ്, പുത്രസ്നേഹം കൂടുതലാണ്. കാരണം വളരെ വൈകിട്ടാണ് കുട്ടികളുണ്ടായത്, അതുകൊണ്ടാണ്. അപ്പോൾ 2 പുത്രന്മാർ അവിടെ ഉണ്ട്, രാമനും ഉണ്ട് ലക്ഷ്മണനും ഉണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ഭരതനെയും ശത്രുഘ്നെയും കാണാത്തതുകൊണ്ട് വലിയൊരു വിഷമം. അങ്ങനെ 4 പുത്രന്മാരും തനിക്ക് ഈ 4 കൈകൾ പോലെ, ഇപ്പോൾ ഭഗവാൻ വിഷ്ണുവിന് ഈശ്വരന്മാർക്ക് ഒക്കെ 4 കൈകളുണ്ടാവും. എന്ന കൂട്ടത്തിൽ എനിക്ക് 4 കൈകളാണ് എൻ്റെ പുത്രന്മാർ. അപ്പോൾ അതിൽ 2 കൈ ഇപ്പോൾ അങ്ങോട്ട് ഒന്നുമില്ല, അവരുടെ അമ്മയുടെ ഗൃഹത്തിലേക്ക് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ മഹാ തേജസ്വിയായിട്ടുള്ള രാമൻ, മൂത്ത മകൻ, എത്രത്തോളം അച്ഛനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അതേപോലെ ഈ ഇവിടെ പ്രത്യേകമായിട്ട് പറയണു, പ്രാണികളുടെ സൃഷ്ടാവ് അവരെ കൊണ്ട് ആനന്ദിക്കും പോലെ അത്രയും കൂടുതൽ ഗുണമുള്ളവരായിരുന്നു ഈ സഹോദരന്മാരായിട്ടുള്ള മക്കൾ 4 പേരും എന്ന് സാരം. അതാണ്. അപ്പോൾ ബ്രഹ്മാവിനെ ഉദാഹരിച്ചുകൊണ്ടാണ് പറയണത്. ബ്രഹ്മാവ് ഭഗവാനോട് വരം വാങ്ങിയത്, ഞാൻ സൃഷ്ടിക്കുന്നതിലൊന്നും എനിക്ക് ആസക്തി വരാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ആ നിയമം കുറച്ചൊരു ബാധകമാണ് സ്വതേ എല്ലാവർക്കും. പക്ഷേ ഇവിടെ അത് ഇല്ല. ഇവിടെ ദശരഥന് മക്കളോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ദേവന്മാർ ഈ മധുവന്മത്തനായിട്ടുള്ള രാവണനെ വധിക്കുന്നതിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യലോകത്തിൽ വിഷ്ണു അവതരിച്ചിരിക്കുന്നത്. അത് തൻ്റെ പുത്രനായിട്ടാണ്. അമിത തേജസ്വിയായിട്ടുള്ള ഈ രാമൻ, മൂത്ത പുത്രൻ, കൗസല്യ തൻ്റെ പത്നി അതിഥിയുടെ അവതാരമാണ്. അപ്പോൾ കൗസല്യ ഈ അതിഥി എങ്ങനെയാണോ ഇന്ദ്രൻ്റെ കൂടെ നിൽക്കുമ്പോൾ ശോഭിക്കുന്നത്, അതേപോലെ രാമൻ നിൽക്കുന്ന സമയത്ത് കൗസല്യ ശോഭിച്ചു എന്നാണ്. അതിങ്ങനെ ദശരഥൻ നോക്കി കാണുക. ദശരഥൻ കശ്യപനാണ്, ഇന്ദ്രൻ്റെ അച്ഛനാണ്. അപ്പോൾ ഭൂമിയിൽ ഈ ഉപമ സാധിക്കില്ല, അത്ര സൗന്ദര്യമാണ്, വീര്യമുണ്ട്. എന്തൊക്കെ മേന്മ സ്വഭാവത്തിലുള്ള വെച്ചാൽ ശരിയാണ്. എല്ലാവർക്കും അസൂയയോട് കൂടിയിട്ട് പോലും നോക്കാൻ പറ്റില്ല, കാരണം അനുകരിക്കാൻ പറ്റില്ല, അത്രയും കൂടുതലാണ്. അസൂയപ്പെട്ടൊരു കാര്യമില്ല. വലിയ വൃക്ഷങ്ങളോട് ഈ ചെറിയ മോസ് പോലത്തെ ചെടി, ഓ എനിക്ക് ഇത്രയും വലുതാവാൻ സാധിക്കണില്ലല്ലോ എന്ന് വിചാരിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അസൂയയ്ക്ക് പോലും അർഹതയില്ല എന്ന് സാരം. അതാണ്. അതേപോലെ എല്ലായ്പ്പോഴും ശാന്തഭാവത്തിൽ, ഒരു മൂത്ത കാരണവർ ഏട്ടൻ എന്നുള്ള നിലയ്ക്ക് വളരെ ശാന്തനായിട്ടാണ് എപ്പോഴും. കുറച്ചേ സംസാരിക്കുള്ളൂ, സൗമ്യനായിട്ടാണ് സംസാരിക്കുക. ഇനി ആരെങ്കിലും ഇതേപോലെ പൗരുഷമായിട്ട് പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നെ കൂട്ടുക. അപ്പോഴും ആ ചുണ്ടിയെടുത്തയാളോട് മെല്ലെ പറയുള്ളൂ. ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്ന് കൂട്ടുക. വെച്ചാൽ കൂടുതൽ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ തരിക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു പണിയെ ചെയ്ത് സഹായിച്ചു കൊടുക്കുക. അന്യരാൾ മാത്രം അങ്ങനെ ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾ ചെയ്തു തരണം, അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ചെയ്തു തന്ന ഒരു പ്രത്യേക വാത്സല്യം അങ്ങോട്ട് തിരിച്ചു വേണം, അല്ലെങ്കിൽ സ്നേഹം എന്താ, ബഹുമാനം എന്താ വേണ്ട വെച്ചാൽ വേണം. അതൊന്നും രാമനെ സംബന്ധിച്ചില്ല. ഒരു സമചിത്തവർത്തിയാണ്. അപ്പോൾ അവർക്കെന്നാൽ അത് തിരിച്ച് കിട്ടിയില്ല വിചാരിച്ചൊരു പരിഭവം അതുണ്ടാവില്ല. കാരണം സ്വീകരിക്കലാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിൻ്റെ ഫലത്തെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവർ സ്വീകരിച്ചുവോ എന്നാണ് നോക്കേണ്ടത്. സ്വീകരിച്ചു എങ്കിൽ പിന്നെ അതിൻ്റെ പ്രതിഫലമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വിഷയമല്ല. സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു.
നമ്മൾ സാധനം കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് സ്വീകരിച്ചാൽ അത് കഴിഞ്ഞു. നമ്മളവിടെ ചെന്നിട്ട് ഒരു പണി എടുക്കുകയാണെന്ന് വയ്ക്കുക. ആ പണി സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവർക്കും ഈ ആവശ്യക്കാരനും ആ പണി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ, നമ്മളെ അനുകൂലിക്കുകയോ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ പ്രതിഫലം തന്നിട്ട് സന്തോഷിപ്പിക്കുകയോ എന്താ ചെയ്യിക്കോട്ടെ, അതിന് വിരോധമില്ല. അത് എന്ത് പ്രവൃത്തിയായാലും അങ്ങനെയാണ്. രാജാവ് ഭരിക്കലായാലും ശരി, സൈന്യം യുദ്ധം ചെയ്യാനും ശരി, മന്ത്രി ഈ കാര്യങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പുരോഹിതനായാലും മന്ത്രിയായാലും ഒരേപോലെയാണ്. അങ്ങനെ ചെയ്തു കൊടുത്താൽ അതോട് കൂടിയിട്ട് അത് കഴിഞ്ഞു. ചെയ്യാതിരിക്കുക അത് രാജാവിൻ്റെ പണിയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അച്ഛന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തു വെച്ചാൽ അച്ഛൻ സ്വീകരിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. നമ്മൾ ആ പണി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണം, തൃപ്തിയാവണം. എങ്ങനെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, അച്ഛൻ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഞാൻ ചെയ്തേക്കണത്. പിന്നെ അച്ഛൻ സ്വീകരിക്കാതിരിക്കുക അത് രണ്ടാമത്തെയാണ്. അത് അത്ര സാരമില്ല. ഒരു എന്തായാലും പറയുക, ന്യൂട്രലായിട്ട് കാണണം, അങ്ങനെ ആയാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ അത് സൽസ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ എന്തെങ്കിലും ചെയ്തു കൊടുത്തു എന്ന് കൂട്ടുക, അതിന് അവകാശം പറയാൻ പാടില്ല. ചെയ്തു കൊടുത്താൽ നമ്മുടെ കടമയാണ്, അവരതിനെ സ്വീകരിച്ചാൽ മതി. പിന്നെ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ മകൻ എന്നെ നോക്കിയില്ലല്ലോ, കാര്യമില്ല, അത് പാടില്ല വെച്ചാൽ ലൗകിക ലോകത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ല എന്ന് പറയില്ല, എങ്കിലും അതാണ് സൽസ്വഭാവത്തിൻ്റെ പ്രത്യേകത. വെറുതെ അല്ല ഭഗവാൻ ഗീതയിൽ കർമ്മം ചെയ്യൂ ഫലം ഇച്ഛിക്കണ്ട എന്ന് പറയാനുള്ള കാരണം. ഇത് ടോട്ടലാണ്. അപ്പോൾ അതൊക്കെ രാമനും ഇവിടെ ചെയ്ത് കാണിക്കുകയാണ് കുട്ടിക്കാലത്തെ. ഏതാണ് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന രാമൻ ആയുധാഭ്യാസാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതേപോലെ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ, ജ്ഞാനവൃദ്ധന്മാർ, ശീലവൃദ്ധന്മാർ, വയോവൃദ്ധന്മാർ, സജ്ജന വൃദ്ധന്മാർ, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. വൃദ്ധന്മാർ പലതും ഉണ്ട്. സനകാദികളെക്കുറിച്ച് ജ്ഞാനവൃദ്ധന്മാരെന്നാണ് പറയുക. അപ്പോൾ അവർക്ക് പ്രായം ഏറ്റവും കൂടുതൽ, അവർക്ക് പ്രായം എങ്കിലും കുട്ടികൾ എന്നും കുമാരഭാവമാണ്, 5 വയസ്സേ ഉള്ളൂ. പക്ഷെ ജ്ഞാനം കൊണ്ട് അങ്ങനെയല്ല, വൃദ്ധന്മാരാ. പ്രായം കൊണ്ട് അവർ ആദ്യത്തെ കുട്ടികളാണ് ബ്രഹ്മാവിൻ്റെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കണ്ടായിട്ടുള്ളൂ. എങ്കിലും അവരെ വൃദ്ധന്മാരെന്നല്ല പറയുക. അത് ഭീഷ്മപിതാമഹനെയൊക്കെ അങ്ങനെ പറയാറുള്ളൂ, ജാമ്പവാനെ അവരെയൊക്കെ അങ്ങനെ പറയാറുള്ളൂ. അവരൊക്കെ എത്രയോ കഴിഞ്ഞിട്ടുണ്ടായതാ. പ്രജാപതിമാർ, അത് കഴിഞ്ഞുണ്ടായതാണ് പ്രജാപതിമാർ. അവരെയും ആ രീതിയിൽ കണക്കാക്കാറില്ല. അതാണ്. അപ്പോൾ ഇവിടെ ഈ ഓരോരുത്തരെയും മനസ്സിലാക്കാനും അത് ഇപ്രകാരത്തിലാണ് വേണ്ടത് എന്നും ചെയ്ത് കാണിച്ചു തന്നു രാമൻ. അതാണ് ഇങ്ങനെ ബഹുമാനത്തോട് കൂടിയിട്ട് അവരോട് കൂടുതൽ സംഭാഷണമൊക്കെ ചെയ്ത് അവരിൽ നിന്ന് എന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കി. ചിലവരെ കാണാം കുട്ടിക്കാലത്ത് വയസ്സന്മാരോടാണ് ലോഗ്യം ഉണ്ടാവുക. അവരെയാണ് എപ്പോഴും കൂട്ടുകാരെന്നുള്ള നിലയ്ക്ക് സുഹൃത്ത്. ഞാൻ എൻ്റെ ഒരു കവിത കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയത് പോസ്റ്റ് ചെയ്തായിരുന്നു. അതിൽ അച്ഛനും അമ്മയും സുഹൃത്തുക്കളാക്കണം, തോളൊത്താൽ തോഴൻ എന്നൊരു നിയമമുണ്ട്. മുത്തശ്ശന്മാർ തോഴന്മാരായിട്ട് പെരുമാറും, അച്ഛനും അമ്മയും തോഴന്മാരായിട്ട് പെരുമാറില്ല സാധാരണ. അപ്പോൾ അച്ഛനും അമ്മയും തോഴന്മാരായിട്ട് കണക്കാക്കണം, സുഹൃത്തുക്കളായിട്ട്. സുഹൃത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നല്ല ഹൃദയം, നല്ല മനസ്സ്, നല്ല ചിത്തം എന്നൊക്കെയാണ്. പരസ്പരം സഹവർത്തിത്വം ഉള്ളപ്പോൾ, സമഭാവന ഉള്ളപ്പോൾ ഈ കൊടുക്കലും വാങ്ങലും ഒട്ടും മറച്ചു വയ്ക്കാതെ കണ്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചെയ്യണം. അതൊക്കെ ഇതിൻ്റെ ഒരു നിയമമാണ്. അപ്പോഴാണ് ഈ സുഹൃത്ത് ഒക്കെ ആവുക. മകന് നേരെയാവട്ടെ, അച്ഛന് എന്നെ കൊണ്ട് എന്തൊക്കെയാണോ നല്ലത് വരേണ്ടത് വെച്ചാൽ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ രാമൻ ചെയ്ത് കാണിക്കുക. വളരെ ചുരുക്കം ഇന്ന് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കാണുള്ളൂ കേട്ടോ. ചെറുപ്പക്കാർ കാരണന്മാരായിട്ട് കൂട്ടുള്ളവർ വളരെ കുറച്ചേ കാണുള്ളൂ. ചെറുപ്പക്കാരായിട്ടുള്ള കൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ
സൽസ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ കാണിക്കുകയാണ്. അസത്യം പറയാതിരിക്കുക, വൃദ്ധരെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് വണങ്ങി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത്, അതേപോലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ വന്നിട്ട് പലതും പറയും. അപ്പോൾ അവരെയൊക്കെ സാന്ത്വനിപ്പിക്കുക, അവരെ ആ കാര്യകാരണങ്ങൾ പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കേണ്ടതാ വെച്ചാൽ ചെയ്തു കൊടുത്തിട്ട് ഉപേക്ഷിപ്പിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഉപേക്ഷിപ്പിച്ച് അങ്ങനെ. അതേപോലെ ദുഃഖിതരോട് ഒന്നും ചെയ്യാൻ പറ്റില്ലേക്കുക, അപ്പോൾ സഹതപിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അനുകമ്പയോട് കൂടിയിട്ട് അവരെ ശുശ്രൂഷിക്കുക. വാക്കുകളെ കൊണ്ടാവാം, ശരീരത്തെ കൊണ്ടാവാം, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ആവാം. ഇതൊക്കെ കാറ്റഗറി വ്യത്യാസമുണ്ട്. നല്ലോണം അനുഭവിച്ചാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനെ പലതും രാമൻ ചെയ്യുന്നത് ഒരു ചക്രവർത്തി എങ്ങനെ വേണോ അതേപോലെ എന്നുള്ള രീതിയിലാണ് ഇപ്പം തന്നെ. അത്രയും വലിയൊരു ഭാവമാണ്. അതേപോലെ ക്രോധത്തെ ജയിക്കുക, ബ്രാഹ്മണരെ വളരെയധികം പ്രീതിയോട് കൂടിയിട്ട് ആദരിക്കുക, ദീനാനുകമ്പ, ധർമ്മബോധം. എപ്പോഴും ശ്രീരാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് എന്നാണ് പറയുക. രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമോ വിഗ്രഹവാൻ ധർമ്മ. വിശേഷേണ ഗ്രഹിക്കപ്പെടേണ്ട ഒരു ഭാവത്തിലാണ് രാമൻ്റെ ഈ ധാർമ്മിക ബോധം. ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ധർമ്മജ്ഞൻ. പിന്നെ ശമദമങ്ങൾ, ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടായ ആളാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ എന്ത് കുട്ടികളുണ്ടാവും. ഇവർ രാജാക്കന്മാരെങ്ങനെയാ വെച്ചാൽ ഏറ്റവും അവസാനം ഇനി ഭരണം വേണ്ട എന്നുള്ള രീതിയിൽ എത്തുമ്പോഴൊക്കെയാണ് സന്താനത്തെ കൊടുക്കുക. അതുവരെ സന്താനമൊന്നും ഉണ്ടാവില്ല. എല്ലാ രാജാക്കന്മാരുടെ കഥയല്ല പറഞ്ഞത്, ഇതുപോലെയുള്ള രാജാക്കന്മാരുടെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ അവർ ആ രാജാക്കന്മാർ ഈ ഉണ്ണികളെ ഭരണം ഏൽപ്പിച്ച കഷ്ടിച്ച് 16 വയസ്സേ ആവുള്ളൂ കാട്ടിലേക്ക് പോകാറാകുമ്പോഴേക്കും. ഉണ്ണിക്ക് കഷ്ടിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞത് വരാം, ആ സമയമാവുള്ളൂ. ചിലപ്പോൾ അത്രയും ആയി ഉണ്ടാവില്ല. എന്നിട്ട് രാജ്യം ആ കുമാരന് കൊടുത്തിട്ട് കാട്ടിലേക്ക് പോകും, സന്യസിക്കും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവിധത്തിലുള്ള സൽസ്വഭാവങ്ങളെയും കാണിക്കുന്നു. അവനവൻ ചെയ്യുന്നത് ആചാരാനുഷ്ഠാനങ്ങളുണ്ടല്ലോ, നല്ലവണ്ണം ആചരിക്കുന്നു. വിശുദ്ധചര്യൻ, അതാണ്. അതേപോലെ ഇപ്പം സൂര്യവംശ രാജകുമാരനാണ്. എത്രത്തോളം ആ കുലത്തിന് യശസ്സുണ്ട്, അതിനെ കൂടുതൽ ഉയർത്താൻ എന്താ വേണ്ടത്, അങ്ങനെയുള്ള പെരുമാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. കൊട്ടാരത്തെ സ്വർഗം ആക്കിയിട്ട് മാറ്റി ഈ പെരുമാറ്റം കൊണ്ട്. ക്ഷത്രിയ ധർമ്മത്തിന് ചില കടമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ടാക്സ് പിരിക്കുക, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക. അത് എല്ലാ രാജാക്കന്മാർക്കും പറ്റില്ല. രാമൻ അത് വിഷയമല്ല. ശിക്ഷ എങ്ങനെ നടപ്പാക്കണു എന്നുള്ളതിനാണ്. ദണ്ഡനാണോ വേണ്ടത് അതോ സാമദാന ഭേദമാണോ വേണ്ടത്, ഒക്കെ നല്ലോണം ചിന്തിക്കും. അപ്പോൾ ഈ ശാസനങ്ങളെ 7 തരത്തിൽപ്പെടുത്തായിട്ടുള്ള ശാസനങ്ങളെ നന്നായിട്ട് തന്നെ ചെയ്യണു എന്നുള്ളതാണ്. അതേപോലെ ശ്രേയസ് വരും എങ്കിൽ മാത്രമേ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടൂ. പ്രേയസിന് അത്ര താല്പര്യം കാണിക്കാറില്ല. അതേപോലെ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്നുവെച്ചാൽ ദുസ്സംഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രവർത്തിച്ചു വെച്ചാൽ അയാളുമായിട്ട് കൂട്ടില്ല. അയാളുടെ കാര്യം നോക്കിക്കോട്ടെ, താൻ തിരുത്തേണ്ടതാണെങ്കിൽ മാത്രമേ താൻ തിരുത്തുള്ളൂ. ഇങ്ങനെ യുക്തിയുക്തമായിട്ടാണ് ജീവിക്കുക. ഭാഷണം എപ്പോഴും ബൃഹസ്പതി എങ്ങനെയാണോ പറയുന്നത് അതേപോലെയുള്ള വർത്തമാനങ്ങളെ പറയൂ. അതേപോലെ അരോഗനാണ്, താരുണ്യം, പിന്നെ വാഗ്മി, സുന്ദരൻ. ദേശം കാലം തൊട്ടിട്ട് ചിലതൊക്കെ നല്ലോണം അറിയണം. പാരമ്പര്യം, അപ്പോൾ അത് നല്ലോണം അറിയാം. ഋതുക്കൾ, അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പെരുമാറാൻ അറിയാം. അതേപോലെ ഓരോ ജീവനും അതിനൊരു സാരമുണ്ട് എന്നാണ്, പുരുഷസാരജ്ഞൻ എന്നാണ്. ജീവന് അതിൻ്റേതായിട്ടുള്ള ചില കർമ്മബാക്കി, കാമബാക്കി, അതിനനുസരിച്ചാണ് പ്രാരബ്ധം തിന്നാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ മന്ത്രി ആവണോ, സൈന്യം ആവണോ,
സാധാരണ കൃഷിക്കാരനാവണോ, ബ്രാഹ്മണനാവണോ, ഇതൊക്കെ ഈ രീതിയിലാണ് മനുഷ്യ ശരീരത്തിൽ വന്നാൽ തന്നെ ഇങ്ങനെ വരിക. അപ്പോൾ അതൊക്കെ നല്ലോണം അറിയും. അങ്ങനത്തെവർക്ക് ഈ ഭരിക്കാനൊക്കെ ചക്രവർത്തിയൊക്കെ ആവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും. ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, വിദ്യയൊക്കെ ഉണ്ട്, പക്ഷേ വിദ്യ പ്രയോഗിക്കാൻ അറിയില്ല, പറഞ്ഞു കൊടുക്കാനും അറിയില്ല, പ്രയോഗിക്കാനും അറിയില്ല, അവനവൻ്റെ ജീവിതത്തിൽ പോലും പ്രയോഗിക്കാൻ അറിയില്ല. അങ്ങനത്തെ വിദ്യവാൻ എന്ന് പറയാറില്ല. അപ്പോൾ പ്രയോഗിക്കാൻ നല്ല ശീലമുണ്ടെങ്കിൽ അതുതന്നെയാണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഗുരുത്വം, ലഘുത്വം ഇതറിയണം. അതാണ് പുരുഷ സാരഥ്യം. അതാണ്. അതേപോലെ ഭഗവാൻ ഇങ്ങനെയുള്ള എല്ലാവരോടും ഒരേപോലെ പല രീതിയിൽ സമഭാവനയാണെങ്കിലും ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് പെരുമാറേണ്ടത്. അച്ഛനോടും ഭാര്യയോടും അമ്മയോടും ഒരേപോലെ അല്ല പെരുമാറുക. വ്യത്യാസങ്ങളുണ്ട്. ഗുരുവിനോടും മറ്റൊരു തരത്തിലാണ്, അനിയന്മാരോടും മറ്റേ പ്രജകളോടും വേറെ തരത്തിലാണ്. എങ്കിലും സമഭാവന വെച്ചുകൊണ്ട് ആ വേണ്ട രീതിയിൽ ഈ പാർത്ഥിവാത്മജൻ പുറമേക്ക് കാണുന്ന സ്വഭാവം ഇങ്ങനെയൊക്കെ ഏറ്റവും സാത്വികമായിട്ട്, ശുദ്ധമായിട്ട്, ധാർമ്മികമായിട്ട്, എല്ലാവരാലും അംഗീകരിക്കുന്ന രീതിയിൽ, അനുകരിക്കാൻ മോഹമുള്ള രീതിയിൽ, മാതൃകാപരമായിട്ട് ഇങ്ങനെ മാതൃകാ പുരുഷോത്തമനായിട്ട് ജീവിച്ചു. എല്ലാ വിദ്യകളും പഠിച്ചു. 64 വിദ്യകളാണ് ഉള്ളത്. 64 വിദ്യകളും ഭഗവാൻ പഠിച്ചിട്ടുണ്ട്. വിദ്യാവിശാരദനാണ്. വേദങ്ങളായാലും മറ്റേ വേദാംഗങ്ങളായാലും ശാസ്ത്രങ്ങളായാലും ഈ അർത്ഥശാസ്ത്രം, ആയുധ ധനുർവിദ്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാപത്യം തുടങ്ങിയിട്ടുള്ള ഒക്കെ ഇവർ പഠിക്കണേ. രാജാക്കന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സകലവിധ വിദ്യാഭ്യാസങ്ങളും ചെയ്താൽ മാത്രമേ വേണ്ട രീതിയിൽ ഭരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ ഈ വിദൂഷകനും മറ്റേ പലരും ഉണ്ട്. അവരൊക്കെ പറയണ്ട വിദൂഷകനൊക്കെ മഹാപണ്ഡിതനാവണമെന്നാ. വിദൂഷകന്റെ പാണ്ഡിത്യം ഒരു പക്ഷേ ഈ ഗുരുവിന് പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഗുരുതുല്യനായിരിക്കും വിദൂഷകൻ. പറച്ചിലൊക്കെ എങ്ങനെയാവും. അതാണ് വിദൂഷകന്റെ പാണ്ഡിത്യം പോലെ ഇരിക്കും ആ ചക്രവർത്തിയുടെ ഈ പെരുമാറ്റങ്ങൾ മുഴുവൻ. ഒരു കളിത്തോഴനെ പോലെയാണ് വിദൂഷകൻ പെരുമാറുക. അതൊരു പോസ്റ്റാണ്. അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. നല്ല അറിവുണ്ടെങ്കിൽ, ഇപ്പോൾ സർക്കസിലെ ജോക്കറും ഈ കയറെടുത്തിട്ട് അതിൻ്റെ മീത് അങ്ങോട്ട് ചാടും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചാടുമ്പോൾ വീഴുക, ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുക ഒക്കെ ചെയ്യും. ഈ വീഴൽ പൂച്ച ചാടുന്ന പോലെ വീഴാൻ അറിഞ്ഞില്ല വെച്ചാൽ അയാളുടെ ജീവിതം ഒറ്റ തവണയുള്ളൂ. രണ്ടാമത് സർക്കസ് കളിക്കില്ല. അപ്പോൾ ഈ കാണിക്കുന്ന അഭ്യാസിയേക്കാൾ മീതിയാവണം ആ കഴിവേ. ചിലപ്പോൾ ഈ ജോക്കറാവും അവരെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇത് രണ്ടും കൂടിയിട്ട് കൊണ്ടു നടക്കണം വെച്ചാൽ ജോക്കർക്കാവും ശമ്പളം കൂടുക. അതാണ് കാണികളെ ചിരിപ്പിക്കാനും ഈ കഴിവ് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുത്വം ഉള്ളയാളാണ് ജോക്കറാവുക എന്നർത്ഥം. അതാണ്. അതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ വിദൂഷകൻ ആ രീതിയിൽ. ഇനി അതേപോലെ തന്നെ എല്ലാ ശുഭ അശുഭങ്ങളെയും അറിയാൻ സാധിക്കും. മാത്രമല്ല സദാസമയത്ത് ധൃതവ്രതൻ, ഉത്സാഹശാലിയായിട്ട് എപ്പോഴും. ശതധൃതി ഇല്ലേ, ബ്രഹ്മാവിന് ശതധൃതി, ധൃതവ്രതൻ ശിവൻ, ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പെരുമാറ്റം. സത്യവിരുദ്ധൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയാണോ അവരെ നേരെയാക്കേണ്ടത് വെച്ചാൽ അങ്ങനെ നേരെയാക്കുന്ന. ഈ ദ്വിജന്മാരിൽ പ്രമുഖന്മാരുണ്ടാവും. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ഇത് 3 പേരും ദ്വിജന്മാരാണ്. അവർക്കൊക്കെ പൊണ്ണുനൂലിടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരിലും കേമന്മാരുണ്ടായിരിക്കും. ആ കേമന്മാരെ അതാതിൻ്റെ ചുമതല ഏൽപ്പിക്കുക. അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അതാണ് ചക്രവർത്തിയിൽ. അതൊക്കെ ഇപ്പം തന്നെ ചെയ്തു എന്നാണ്. ഇങ്ങനെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ മോക്ഷത്തെ ഒഴിവാക്കി രാജാവ് എന്ന നിലയ്ക്ക് ധർമാർത്ഥ കാമങ്ങളെയാണ് ചെയ്യേണ്ടത്. രാജനീതി അങ്ങനെ. അതിൽ നല്ല തത്വവിത്ത് ആണ്. മറ്റത് പേഴ്സണലാണ്, സ്വകാര്യമാണ് ഈ മുക്തി. അപ്പോൾ അത് വേറെ. ഇങ്ങനെ നന്നായിട്ട് തന്നെ ജീവിക്കാൻ. അത് മാത്രമല്ല എപ്പോഴും അവനവൻ തന്നെ സ്വയം ആർജിച്ചതായിട്ടുള്ള നവ ഉന്മേഷം പ്രത്യേകം പറഞ്ഞെടുക്കുക. എന്താ അത്? ചെറിയൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡസ്പ് ആവും. അപ്പം അങ്ങനെ ഡസ്പ് ആവരുതെന്ന്.
ഇങ്ങനെ എല്ലാവർക്കും അതാത് സമയത്ത് ലൗകികമായിട്ട് ജീവിക്കുകയും വേണം. പക്ഷേ ഈ ലൗകികത്തിൻ്റെ ഇടയ്ക്ക് ഇതാണ് ശരി കേട്ടോ എന്ന ആധ്യാത്മിക ഭാവത്തിലേക്ക് എത്തുകയും വേണം. നമ്മളെന്താ വെച്ചാൽ ആധ്യാത്മികം വേറെ ലൗകികം വേറെ എന്നാണ് ധരിച്ചെടുക്കുന്നത്. അങ്ങനെയല്ല. ഈ ജീവനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഉപകരണമാണ് വിശേഷ ബുദ്ധിയോടുകൂടി കിട്ടിയ ഈ മനുഷ്യ ശരീരം. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ രാമൻ ഉപയോഗിച്ചു. എല്ലാ വേദത്തെയും എല്ലാ അറിവിനെയും എന്നാണ് ഉദ്ദേശിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞു 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകളുണ്ട്. വേദമായാലും ശാസ്ത്രമായാലും മറ്റ് ഓരോന്നായാലും ഉപനിഷത്ത് ഇങ്ങനെയല്ലേ, എത്ര തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണ്, അതൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ വേദവിധി അനുസരിക്കുന്നതായിട്ടുള്ള ഈ വേദ അംഗങ്ങൾ മുഴുവൻ അറിഞ്ഞതുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ട് ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു പ്രതിസന്ധി രാമനെ സംബന്ധിച്ച് വരണില്ല. അപ്പോൾ രാമനെ സംബന്ധിച്ച് സീതയെ കട്ടുകൊണ്ടുപോയപ്പോൾ കരഞ്ഞില്ലേ പിടിച്ചില്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ സീതയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അഗ്നിപരീക്ഷ സീതയ്ക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ടാ അതിൽ പോയി ചെന്തയ്യ. അതേപോലെ രണ്ടാമത് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അഗ്നിശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സീത ഭൂമിയിലേക്കാണ് പോയി. അപ്പോൾ സീത നഷ്ടപ്പെട്ടു. വീണ്ടും വിചാരമില്ലാത്ത ഒരാൾ അങ്ങനെ ചെയ്യോ? അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ്, വീണ്ടും വിചാരത്തോടു കൂടി തന്നെയാണ് ഭാവി ഇന്നതാണ് ഉണ്ടാവുക എന്ന് സീതയും രാമനും പരസ്പരം ചർച്ച ചെയ്യുന്ന രംഗം വരെ പറയേണ്ട രാമായണം. അപ്പം അത് ഈശ്വരഭാവത്തെ അവർക്ക് ഉണ്ട് എന്നും എന്നാൽ അവർ പൊതുജനത്തിലെ അത് മറക്കണോ എന്നും രാമായണം നമുക്ക് കാണിച്ചു തരാം. അപ്പോഴാണ് കാവ്യമായിട്ട് മാറുക. കാരണം ഇത് പൊതുജനങ്ങൾക്ക്, അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ രഹസ്യ സംഭാഷണത്തെ അറിയില്ല. വായിക്കുന്ന നമുക്ക് ഇത് രണ്ടും അറിഞ്ഞാലേ നമുക്ക് എന്ത് ഇങ്ങനെ എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. പിന്നീട് ഗസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് അതിനെ മനസ്സിലാക്കുക അത്രേ പറ്റുള്ളൂ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക്. നമുക്കങ്ങനെയല്ല, നമുക്കത് ആദ്യമേ തന്നെ പറഞ്ഞുതരാം. അതാണ് വ്യത്യാസം. അന്നത്തെ നമ്മൾ അന്ന് ജീവിക്കണം. അന്ന് ജീവിക്കുമ്പോൾ സീതയും രാമനും കൂടിയിട്ട് ഈ തീരുമാനമെടുത്തത് ജനം അറിയില്ല. പിന്നീട് പ്രവർത്തിക്കുന്നത് അത് മാത്രമേ ജനം അറിയുള്ളൂ. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു? അത് പിന്നെ രാമൻ്റെ ശേഷമാണ് ഈ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാവുക. അതാണ്. അപ്പം ഇങ്ങനെ വികാരങ്ങളെ ഉള്ളിലടക്കാൻ കഴിവുള്ള വിനയവാനായിട്ട്, വിദ്യവാനായിട്ട്, രാജതന്ത്ര വിശാരദനായിട്ട്, വേണ്ട ദിക്കിൽ സ്വന്തം കാര്യങ്ങളെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അന്യകാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശാസനങ്ങളിൽ ഒന്നതാ. അതേപോലെ എത്ര വലിയ ദുഃഖമായാലും എത്ര വലിയ ശുണ്ഠിയായാലും അതിനെ ഉള്ളിലടക്കാൻ കഴിയും. ശുണ്ഠി പ്രവർത്തിക്കേണ്ട സമയത്ത് ശുണ്ഠി പ്രവർത്തിക്കുകയും ചെയ്യും. സേതു ബന്ധിക്കാൻ സമയത്ത് അവിടെ വരുണൻ വരാത്തപ്പോൾ ശുണ്ഠി വന്നു, വരുണൻ വന്നു, കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. വരുണനെ തോൽപ്പിച്ചതായിട്ടുള്ള ഭാവം. അപ്പോൾ അതൊരു സൂചനയാണ്. രാവണന് അതൊരു സൂചനയാണ്. രാവണൻ ഈ ദേവന്മാരെയൊക്കെ ജയിച്ച ആളാണ്. രാവണൻ ദേവന്മാരെ ജയിച്ചപ്പോൾ രാവണൻ വിരോധഭാവത്തിലാണ് ദേവന്മാരെ ജയിച്ചത്. ദേവന്മാർക്ക് രാവണനോട് വിരോധമാണ്. ഇവിടെ വരുണന് ശ്രീരാമനോട് വിരോധം ഉണ്ടായില്ല. അതാ വ്യത്യാസം. ഇതാണ് സൂചന. പിന്നെ ചെന്ന വഴിക്ക് രാമൻ ഒരു അമ്പ് കൊണ്ട് ഈ രാവണൻ്റെ വെൺകൊറ്റക്കൊട, കിരീടം, ഇരിക്കണ ആ ഒരു കസേര ഇല്ലേ, സിംഹാസനം, അതൊക്കെ ഒറ്റമ്പ് കൊണ്ട് തൊട്ടടുത്തുള്ള ആ ആൾക്കാരെ മുഴുവൻ വീഴ്ത്തി. അപ്പം രാവണൻ വീണു എന്നാ. ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. ഈ കഴിവുള്ള ആൾ ഇത് നേരിട്ട് എൻ്റെ ഹൃദയത്തിലേക്കോ തലയിലേക്കോ കഴുത്തിലേക്കോ അണച്ചാൽ ഈ 10 തല ഒന്നിച്ച് പോയാൽ അപ്പോൾ രാമൻ എന്നെ ജയിക്കാൻ പറ്റിയ ആളാണെന്ന് അപ്പം തന്നെ മനസ്സിലായി. യുദ്ധം തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങോട്ട് ചെന്ന് കയറി ഈ അഭിവാദ്യമൊക്കെ ചെയ്യണ കൂട്ടത്തിലുള്ള ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ ഈ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ട സമയത്ത്
അത് വേണ്ട മാതിരി മറ്റുള്ളവരെ അറിയിക്കാനുള്ള കഴിവ് അതൊക്കെ ഇവിടെ ഉണ്ടെന്നാ. സന്തോഷിക്കുക, സന്തോഷിപ്പിക്കുക, ഇത് രണ്ടും ഭഗവാൻ ചെയ്തായിരുന്നു. അതേപോലെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക. ഈ ചൂഷണം ചെയ്യേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്ക് ഒന്നും കൊടുക്കാതെ കണ്ട് ആ ചൂഷണം ഇനി പാടില്ല എന്ന് ബോധ്യപ്പെടുത്തും. അത് ചെയ്യില്ല പിന്നീട്. അതേപോലെ ഓരോന്നും ഇന്ന സമയത്ത് ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരണോ, പറഞ്ഞു തരണോ. മാത്രമല്ല ജീവിതത്തിലും അത് ജീവിച്ച് കാണിച്ചു തരണം. പിന്നെ സ്ഥിരമായിട്ട് ഒരു ഭക്തി ഭാവത്തിലാണ് ജീവിതം. ഒരു സ്ഥിതപ്രജ്ഞൻ, എന്തും ഗ്രഹിക്കാനുള്ള കഴിവ് ഈശ്വരനിൽ അതാണ് ബേസ്. നമ്മൾ ഈ കെട്ടുകുറ്റി എന്നൊക്കെ പറയില്ല, ഒരു പശുവിനെ നമ്മൾ കുറ്റിയിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ കുറ്റിയാണ് ബേസ്. അതിൻ്റെ നിശ്ചിത ദൂരത്തിലേ പശു പോളൂ. എന്ന കൂട്ടത്തിൽ ഭഗവാന്റെ ഈ കെട്ടുകുറ്റി എന്നുള്ളത് ഈശ്വരൻ ആണ്, വിഷ്ണു ആണ്, ഭഗവാൻ തന്നെയാണെന്ന് സാരം. അതിൽ കെട്ടിയിട്ടുണ്ട് ഭഗവാൻ. അപ്പോൾ ആ ഒരു ധാർമ്മിക ബോധത്തിൽ നിന്ന്, ഈശ്വര ആ ഭാവത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കില്ല. അത് സ്ഥിരപ്രജ്ഞന. അപ്പോൾ അതിൽ മാത്രമേ ഈ സ്ഥിതി ചെയ്യുള്ളൂ രാമൻ. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിലേ സ്ഥിതി ചെയ്യുള്ളൂ. ഇങ്ങനെ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിഷ്ഠയോടു കൂടിയിട്ട് ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള മറവിയോ ആലസ്യമോ ഒരു വീഴ്ചയോ വരാതെ കണ്ട്, അതേപോലെ ഒരു മത്തനാവാതെ കണ്ട്, എന്നാൽ സന്തോഷത്തോടു കൂടിയിട്ട് ആഹ്ലാദിച്ചു കൊണ്ട് തന്നെ ആ ജോലിയെ ചെയ്യുക. ഒരു ദോഷവും വരാത്ത രീതിയിൽ, എനിക്കോ അന്യനോ ദോഷം വരാത്ത രീതിയിൽ. ഇപ്പോൾ രാവണൻ്റെ വധം പരദ്രോഹമല്ലേ? അപ്പോൾ അനവധി ആൾക്കാരെ കൂട്ടത്തിൽ നശിപ്പിച്ചുല്ലോ. അത് പരദ്രോഹമല്ല, അത് പ്രതിജ്ഞയാണ്. രാക്ഷസ കുലത്തെ വധിക്കും എന്ന പ്രതിജ്ഞയാണ്. അപ്പോൾ ഓരോന്നിനും ന്യായമുണ്ട് എന്ന് സാരം. ഇപ്പം ന്യായ അന്യായങ്ങളെ ആ രീതിയിൽ തന്നെ ചെയ്യുക. മുഴുവൻ ശാസ്ത്രത്തെയും അറിഞ്ഞതുകൊണ്ട് ഇപ്പം ചെയ്യുന്നത് ഇനി നാളെ തിരുത്തണ്ട. ഞാൻ ഇന്നലെ അത് ചെയ്തു, അത് ശരിയായില്ല, അപ്പം ഇന്ന് ഞാൻ വേറെ ചെയ്യട്ടെ, അത് വേണ്ട. അതാണ്. സീതയെ ഉപേക്ഷിച്ചു, ഒരു പ്രശ്നവുമില്ല. സീതയെ വീണ്ടും എടുക്കണമെങ്കിൽ അഗ്നിശുദ്ധി വരുത്തണം. രണ്ടാമത്തെ വരവൻ്റെ അതാണ്. അപ്പം ഇങ്ങനെ ഓരോന്നും ഈ അന്യരുടെ ഹൃദയത്തിൽ എന്താണോ വിചാരം സംഭവിക്കുന്നത് അതുപോലും അറിയാൻ ഉള്ള കഴിവുണ്ട്. 23 സിദ്ധികളിൽ ഒന്നാണ് അത്, പരചിത്തജ്ഞാനം. അതത്ര എളുപ്പമല്ല. അപ്പോൾ അതുപോലും അറിയുന്ന ഭാവത്തിലാണ് ഭഗവാൻ. അനുഗ്രഹമായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഭഗവാൻ അങ്ങനെയാണല്ലോ കൊടുക്കുക. നിഗ്രഹാനുഗ്രഹമാണ് വെച്ചാൽ ഭഗവാൻ അതാ ചെയ്യുക. എന്ന കൂട്ടത്തിൽ ശ്രീരാമനും അനുഗ്രഹമായിട്ട് ദാനാദി അങ്ങനെ വേണ്ട വെച്ചാൽ അങ്ങനെ, അതല്ല വധിക്കുക വേണ്ട വെച്ചാൽ അത് ചെയ്യും. അതാണ് സത്വകളെ അനുഗ്രഹിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും എവിടേക്കാണോ ആയം വ്യയം തുല്യമാക്കേണ്ടത്, ആയം കൂട്ടുക വ്യയം കുറയ്ക്കുക വേണ്ടത്, അത് അതിനനുസരിച്ച്. ധനം എന്നുള്ളത് പൈസ മാത്രമല്ല, ഈ പ്രവൃത്തികളായാലും ഗുരുസേവനായാലും ദീനസേവനായാലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായാലും ഒക്കെ ഇതേപോലെയാണ്. അപ്പോൾ ഇത് നല്ലോണം അറിവുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. സംസ്കൃതം തൊട്ടുള്ള എല്ലാ രീതിയിലും വിദ്യാഭ്യാസം, അതായത് ഭാഷാ പരിജ്ഞാനത്തിന് വളരെ കോഡ് ഭാഷകളെ കണ്ട് അതൊക്കെ പ്രത്യേകമാണ്. 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചാരന്മാരെ 6 ഭാഷകളിലൂടെ നിയന്ത്രിക്കുന്ന അതിവിദഗ്ധനായിട്ടുള്ള രാജാവൊക്കെ ഉണ്ട്. അപ്പോൾ പുരോഹിതനേക്കാൾ കൂടുതൽ, ഗുരുവിനേക്കാൾ കൂടുതൽ പ്രായോഗികത ചിലപ്പോൾ രാജാവ് ചെയ്തു എന്ന് വരും. ചെയ്യാൻ പറഞ്ഞു കൊടുക്കാനേ ഗുരുവിന് പറ്റൂ. പ്രയോഗിക്കുക എന്നത്, പ്രയോഗിപ്പിക്കുക എന്നത് രാജാവിനെ പറ്റുള്ളൂ. ചാണക്യനും ചന്ദ്രഗുപ്തനും പോലെ അങ്ങനെ പലതുണ്ട്. അതൊക്കെ ഈ രാമനും വസിഷ്ഠനും ഒരേപോലെ അങ്ങനെയാണ്. അതൊക്കെ ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഈ അറിവ്, അതേപോലെ
നമ്മൾ സാധാരണഗതിയിൽ അർത്ഥോ ധർമായ കാമോ മോക്ഷായ അങ്ങനെയാണ് വേണ്ടത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ഈ അർത്ഥങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതായിട്ടുള്ള അറിവായാലും ശരി, ധനമായാലും ശരി, പദവി ആയാലും രാജപദവി ആയാലും അതൊക്കെ എന്തിനാണ്? ധാർമ്മികം ആവണം, ധർമ്മപരമായിട്ട് ചെയ്യണം. അതൊക്കെ ചെയ്തായിരുന്നു. അതേപോലെ സദാസമയത്തും പ്രവർത്തിച്ചാൽ പോരാ. ചിലപ്പോൾ മനസ്സിന് ആഹ്ലാദം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സന്തോഷിപ്പിക്കാൻ പല ക്രീഡകളുണ്ട്. ആ ക്രീഡകളിൽ ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ക്രിക്കറ്റ് ആയാലും കുഴപ്പമില്ല, ഇനി ചതുരംഗായാലും കുഴപ്പമില്ല, ചെസ്സായാലും കുഴപ്പമില്ല, ഇനി ഫുട്ബോൾ ആയാലും കുഴപ്പമില്ല, ചിത്രം വരെ ആയാലും കുഴപ്പമില്ല, കാഴ്ചകൾ കാണുക, കടലിലെ തിരയണ്ണ, വനത്തിൽ പോയിരിക്കുക, ടൂറുകൾ, അല്ലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ ഡാൻസ്, പാട്ട്, അത് ക്ലാസിക്കലായാലും സെമി ക്ലാസിക്കലായാലും, ഇനി മറ്റേ അവിലടി പാട്ടായാലും വിരോധമില്ല. DJ, മനസ്സിനെ സന്തോഷിപ്പിക്കണം കുറച്ച് നേരമെങ്കിലും. അതൊക്കെ രാമൻ ചെയ്തായിരുന്നു എന്നാണ്. രാമൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് എന്തുകൊണ്ട് അത് ഇങ്ങനെ വരണമെന്ന് വെച്ചാൽ, ഇന്ന് അത് മാത്രമായിട്ട് മാറുക. ചിലവർക്ക് കളി വെച്ചാൽ കളി മാത്രമേ ഉള്ളൂ, അവിടെ പഠിച്ചു. കളി നിശ്ചിത സമയം മാത്രമേ പാടൂ, ബാക്കിയുള്ള സമയം പ്രവർത്തിക്കാനാവണം. ഇന്നത് കാറ്റഗറൈസ് ചെയ്തു. അതാണ് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും പാടില്ല എന്നാ. ഈ ITIക്കാർ, മറ്റേ TTCക്കാർ ഒക്കെ എല്ലാ വിഷയങ്ങളും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണ് എന്ന് അതിൻ്റെ അധ്യാപകർ എന്നെ പറയാറുണ്ട്. കുട്ടികൾ അങ്ങനെ തന്നെയാണ്. എല്ലാ വിഷയത്തിലും ഒരു ബേസ് ഉണ്ടാവും. ആ ബേസ് ആണ് ശരിക്കും ജീവിതത്തിൽ വേണ്ടത്. ആദ്യത്തെ പഠനം രാജാവിന് അതാണ്. ഏത് വിധത്തിൽ ഇപ്പോൾ ഒളിവിൽ പോകേണ്ടി വരിക, അങ്ങനെയൊക്കെ വരാം, വേഷം മാറിയിട്ട്. അപ്പോൾ ഏത് ജീവിതത്തിലും ജീവിക്കാൻ പറ്റണം. അവിടെ ഈ ധർമ്മം ആപദ്ധർമ്മമായിട്ട് എടുക്കുക. ആഹാരം, ഇവിടെ ഇപ്പോൾ സാത്വിക ആഹാരം കഴിക്കുക, അപ്പോൾ ചീത്ത ആഹാരങ്ങൾ കഴിക്കേണ്ടി വരും. മറ്റുള്ളവർ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് തെറ്റല്ലേ? ഇത് തെറ്റല്ല. അവിടെ ശരീരത്തിനെ നിലനിർത്തലാണ് ഉദ്ദേശം. അപ്പം ഇങ്ങനെ ഓരോന്നും ആ വേണ്ട രീതിയിൽ ധാർമ്മികമായിട്ട് അർത്ഥത്തെ വിനിയോഗിക്കുക, സുഖത്തെ അനുഭവിക്കുക, മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കുക. അതിപ്പോൾ കലയായാലും വേണ്ടില്ല, ശില്പം ആയാലും വേണ്ടില്ല, ഈ ഓരോരുത്തർക്കും അർഹതപ്പെട്ട രീതിയിൽ അതിൻ്റെ ധനം കൊടുക്കുക. ഇന്നിപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ധനവിനിയോഗം എന്നുള്ളത്, ധനം കൊടുക്കുന്നത് വേണ്ട രീതിയിലല്ല എന്ന് നമുക്ക് നല്ലോണം വിശകലനം ചെയ്താൽ വേഗം മനസ്സിലാവും. കൂടുതൽ പറ്റുന്ന ആൾക്കാരും അർഹതയുണ്ടായിട്ടും കിട്ടാതിരിക്കുന്ന ആൾക്കാരും ഇത് നല്ലോണം മനസ്സിലാവും. ഒന്ന് കണ്ണും ചെവി ഒന്ന് തുറന്നിരിക്കുക, അത്രേ വേണം. ഓരോരുത്തരെയും ഒന്നിങ്ങനെ വീക്ഷിക്കുക. അതിപ്പോൾ ഏത് തലത്തിലായാലും ശരി, ഭരണമായാലും ശരി, സാധാരണക്കാരായാലും ശരി. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രോബ്ലമാണ്. ധനം വിനിയോഗം, ഇപ്പോൾ കച്ചവടമായാലും ഒക്കെ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. അത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ അന്ന് അതില്ല. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച്, വിദ്യക്കനുസരിച്ച്, കുലത്തിനനുസരിച്ച്, പാരമ്പര്യത്തിനനുസരിച്ച് ഇന്ന് അതൊക്കെ വക്രിക്കപ്പെട്ടു. അത് ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു സ്വാർത്ഥം, ഒരു കോക്കസ് എന്ന രീതിയിലായിപ്പോയി. അതുകൊണ്ട് അതിന് ധാർമ്മികത ഇല്ലാണ്ട്. അപ്പോഴാണ് ഈ അസന്തുലിതാവസ്ഥ വരിക, അപ്പോഴാണ് അമർഷം വരിക, അപ്പോഴാണ് ഈ ചീത്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള തോന്നലുണ്ടാവുക. അത് നാടിനും ഈ ഭൂമിക്കും സകലവിധ മാനസികമായും ശാരീരികമായിട്ടും പലർക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഇന്ന് നമ്മൾ അനുഭവിക്കണം. അത് യഥാർത്ഥത്തിൽ ഒരു അറിവുള്ള ഭാവത്തിലാണ് എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം, അറിവുണ്ടാകുവാനാണ് വിദ്യാഭ്യാസമെങ്കിൽ അതിനാണ് പുരാണത്തെ പഠിക്കണം. എല്ലാ ദിവസവും ഒരു അധ്യായം പുരാണം വായിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. പുരാണത്തെ വെറുതെ സംസ്കൃതത്തിൽ വായിച്ചിട്ട് ഒരു കാര്യമില്ല. അറിയാത്ത ഭാഷയിൽ അത് ഭ്രമിച്ചിട്ട് വായിക്കുന്ന എത്രയോ ആളുകളുണ്ട്, കേമന്മാരാ വിചാരിച്ചിട്ട്. ഒരു കാര്യമില്ല. നേരെ മറിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഭാഷയിൽ, എനിക്കറിയാവുന്ന ഭാഷയിൽ കുറച്ചേ കിട്ടിയുള്ളൂ വെച്ചാൽ അത് എൻ്റെ പുസ്തകം വായിച്ചോളൂ.
ഞാൻ ഇപ്പോൾ 6 എന്തായാലും എഴുതി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പുസ്തകം വായിച്ചോളൂ, എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതിൽ കുറച്ചേ ഉള്ളൂ, ആ കുറച്ച് കിട്ടുമല്ലോ. സംസ്കൃതം വായിച്ചൊന്നും കിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. 18 കൊല്ലം ഭാഗവത സപ്താഹം കഴിഞ്ഞിട്ട് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് ഭാഗവതം കയറിയിട്ടില്ല എന്ന്. അവർ ഭാഗവതം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഈ സംസ്കൃത ശ്ലോകങ്ങളാണ്, അതല്ല ഭാഗവതം. ഭഗവത് തത്വമുണ്ട്, ആ ഭഗവത് തത്വമാണ് കയറേണ്ടത്. അത് കയറിയാലേ സ്വഭാവം മാറുള്ളൂ. ആ സ്വഭാവം മാറിയാൽ, അല്ലെങ്കിൽ ആചാര്യനെ കുറ്റം പറയാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. ആചാര്യൻ്റെ പണം എടുക്കാനും എന്നെ പോലുള്ളവരുടെയൊക്കെ പണം എടുക്കാനും കമ്മിറ്റിക്കാരായാലും ശരി, ആരായാലും ശരി, ഞാൻ എൻ്റെ അനുഭവം പറയണമെന്നില്ല. അപ്പോൾ അതല്ല വേണ്ടത് ഇതിലെന്താണോ ഉള്ളത് അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഭാഗവതം 11 സപ്താഹം കഴിഞ്ഞു, ഇനിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇതാ ശിവപുരാണം ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പ്രൂഫ് റീഡിംഗ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. 2 മുറ ഇപ്പോൾ വായിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ മുറ ഞാൻ ഇപ്പോൾ എൻ്റെ ഇല്ലത്തിരുന്ന് വായിക്കുകയാണ്. പ്രൂഫാണ് വായിക്കണത്, അതുകൊണ്ട് കാര്യമില്ല. അതിലത്രേ ഉള്ളൂ. കാരണം ശിവപുരാണം 24,000 ശ്ലോകമാണ്, ഞാൻ 8,000 ശ്ലോകത്തിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത്ര ചുരുങ്ങിയില്ലേ? നല്ലോണം ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ നല്ലോണം ചുരുക്കിയാലും അതിലതുണ്ട്, വായിക്കാൻ നല്ല സുഖമാണ്, വേഗം വായിച്ചു തീർക്കാം, പച്ച മലയാളം. അപ്പോൾ പറഞ്ഞതിൻ്റെ സാരത്രേ ഉള്ളൂ. ഒരു രാമനായിട്ട് ജീവിക്കാൻ സാധിക്കുക, അത് ഇതാണ് എന്ന് പുരാണ ഇതിഹാസങ്ങളെ മനസ്സിലാക്കിയാൽ സാധിക്കും. രാമായണം എഴുതിയ സമയത്ത് ഇങ്ങനെയൊന്നും പറ്റിയായിരുന്നില്ല. പക്ഷേ രാമായണം എഴുതി, ഭാഗവതം എഴുതി, ദേവി മഹാത്മ്യം എഴുതി, ഓരോന്നിൻ്റെയും ഘടനയൊക്കെ വ്യത്യാസമാണ്. ശ്രീമദ് ഭഗവത്ഗീത എഴുതി, ഇപ്പോൾ ഭാഗവതം ശിവപുരാണം എഴുതി, എല്ലാറ്റിനും വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യസ്തത മനസ്സിലാക്കുമ്പോഴാണ് ഇതാണ് ശരി എന്ന് മനസ്സിലാവുക. അതാണ് രാമൻ. അപ്പോൾ ഈ രാമൻ്റെ സ്വഭാവത്തെയാണ് ഇപ്പോൾ ഇങ്ങനെയും പറഞ്ഞത്. ഇപ്പോൾ 30 ശ്ലോകം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ എല്ലാ തരത്തിലുള്ള വിദ്യകളെയും ഒരേപോലെ അറിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലുള്ള ശത്രുതയെ മുഴുവൻ എനിക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. രാജാവ് എന്ന നിലയ്ക്ക് ശത്രുരാജ്യങ്ങളിൽ നിന്നും വരുന്നതായിട്ടുള്ള ശത്രുത, അത് പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള വ്യൂഹങ്ങളെയൊക്കെ നിരത്തിക്കൊണ്ടുള്ള സൈന്യം എതിരിടുക, അങ്ങനെയൊക്കെയാണല്ലോ വരിക. യുദ്ധനീതികൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചു രാമൻ. അപ്പോൾ 2 അർത്ഥത്തിലും, രാജാവ് എന്നുള്ള നിലയ്ക്കും മനുഷ്യൻ എന്ന നിലയ്ക്കും, ഇങ്ങനെ ദേവന്മാരെ പോലും ജയിക്കാനുള്ള കഴിവ്, അതേപോലെ അവനവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, ഇത് മുഴുവൻ ജയിക്കാനുള്ള കഴിവ്. അപ്പോൾ ദേവന്മാരെ ജയിച്ചു, ശത്രുക്കളായിട്ടുള്ള രാജാക്കന്മാരെ ജയിച്ചു. ഇപ്പോൾ ഇന്ന് ജയിച്ചിട്ടില്ല, ഇതൊക്കെ വിദ്യ നേടിയെന്നർത്ഥം. മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെയ്യാനുള്ള ആ അറിവിനെ സ്വയം സ്വായത്തമാക്കി. ഇതൊക്കെ നമ്മളും വേണം. ഈ ചീത്തഭാവങ്ങളെ മുഴുവൻ നമ്മൾ ജയിക്കണം. നമ്മളെ എതിർക്കുന്ന, ഇവിടെ ഇപ്പോൾ രാജാവ് എന്നുള്ള എനിക്കല്ല എതിർക്കുണ്ടാവുക, നമ്മുടെ ശത്രുഭാവത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവരെ ജയിക്കാനുള്ള കഴിവ്, അവനവനെ ജയിക്കണം. ഇങ്ങനെയൊക്കെ ആയാലേ ജീവൻ്റെ ശുദ്ധി കിട്ടുള്ളൂ. അപ്പോൾ ഈ ശരീരത്തെ ഉപയോഗിക്കുക എന്നത് ഇങ്ങനെയാണ് വേണ്ടത്. ശരീരത്തിൽപ്പെട്ടതാണ് മനസ്സ്. മനോബുദ്ധി അഹങ്കാര ചിത്തം 24 തത്വങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെയും നമ്മൾ ഇതോട് കൂട്ടിച്ചേർക്കണം. ഈ ജീവൻ പിന്നെ ഈ മനസ്സിനെയും കൊണ്ടാ പോവുക. അപ്പോൾ ഈ മനസ്സ് പറയും, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇത്രയും പ്രാരബ്ധം തീർത്തിറക്കണം കേട്ടോ എന്ന് സ്വയമേവ അവനവനെ അറിയും. അപ്പോൾ നരകത്ത് പോയി കുറച്ചുകൂടെ ശിക്ഷ ഉണ്ടെച്ചാൽ നരകത്ത് പോയിച്ചാൽ ഈ നരകത്തിലെ ശിക്ഷ ഇന്നൊക്കെയാണ് വരിക എന്നുള്ളത് ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ നരകം അനുഭവിക്കുന്നുണ്ട്, ശിക്ഷാവിധികൾ പലതും അനുഭവിക്കുന്നുണ്ട്. അത് ശിക്ഷാവിധികളാണെന്ന് നമ്മൾ കണക്കാക്കാറില്ല. നമ്മളെ ആൾക്കാർ ദ്രോഹിക്കണു എന്നേ നമ്മൾ കണക്കാക്കാറുള്ളൂ. ശരീരത്തിന് രോഗാദികൾ വരുമ്പോൾ അത് ഇങ്ങനെ എനിക്ക് അതുകൊണ്ടായി ഈ രോഗം വന്ന്, മറ്റോണ്ടായി ഈ രോഗം വന്ന്, ഒന്നുമില്ല വെച്ചാൽ ദൈവത്തിനെയും കുറ്റം പറയും. അങ്ങനെയാണ് നമ്മൾ പതിവ്. അപ്പോൾ ഇവിടെ പ്രാരബ്ധം തീർക്കുകയാണ്. രോഗമായാലും അവമാനമായാലും നഷ്ടമായാലും, സാമ്പത്തിക നഷ്ടം, യശസ്സിന് കളങ്കം വരിക, അത് അവമാനം, ശരീരത്തിന് രോഗം വരിക, ഇതൊക്കെ പ്രാരബ്ധം തീർക്കല.
അപ്പം ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഭാവത്തിൽ നാം എത്തണം. അതാണ് രാമായണത്തിലെ ഇപ്പോൾ ഒരു അധ്യായം അയോധ്യാകാന്ഡത്തിലെ ഒരു അധ്യായത്തിലെ 30 ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. ഇനി കുറച്ചും കൂടി ഉണ്ട് അത് പൂർത്തിയാവില്ല. അപ്പോൾ അടുത്തതിൽ നമുക്കത് പൂർത്തിയാക്കാം. ഇതിപ്പോൾ 51 ശ്ലോകമേ ഉള്ളൂ. ഇനി 21 ശ്ലോകം കൂടി ഉണ്ട്. അത് നമുക്ക് നാളെ പറയാം. ഇപ്പോൾ തന്നെ 45 മിനിറ്റായി. അപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കാനും ഷെയർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ പലതരത്തിൽ തടയുന്നവരും കൂടി ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊന്നും സാരില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സർവത്ര ശിവനാമകീർത്തനം ഹര ഹര മഹാദേവ. കാരണം മഹാദേവനാണ് പാർവതിക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. വാൽമീകിക്ക് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തതാണ്, വാൽമീകി എഴുതിയത്. നമുക്ക് വാൽമീകി പറഞ്ഞു തന്ന രാമായണത്തെയാണ് നമ്മൾ സ്മരിക്കുന്നത്. രാമൻ്റെ സ്വഭാവത്തെ, ഈശ്വരൻ മനുഷ്യനായിട്ട് വന്നപ്പോൾ ചെയ്ത സ്വഭാവത്തെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്കത് ക്രമേണയായിട്ട് നമുക്കും രാമനാവാന്നർത്ഥം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ. ജാനകി കാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഓം.